മേജർ ലീഗ് സോക്കർ പ്ലേ ഓഫിലെ ആദ്യ റൗണ്ടിൽ ലിയോണൽ മെസ്സിയുടെ ഇന്റർ മയാമിക്ക് തകർപ്പൻ ജയം. നാഷ്വിലെ എഫ്സിയെ 1-3 ഗോളുകൾക്ക് തകർത്തു. ഇരട്ട ഗോളുമായി തിളങ്ങിയ ഇതിഹാസ താരം മെസ്സി ഗോൾഡൻ ബൂട്ട് സ്വീകരിച്ചതിന് പിന്നാലെ മെസ്സിയുടെ ഗോൾ നേട്ടം. നവംബർ 2-നാണ് മയാമിയുടെ പ്ലേ ഓഫിലെ അടുത്ത മത്സരം. പാൻ പസഫിക് ഓപ്പൺ സെമിയിൽ നിന്ന് പിന്മാറി സൂപ്പർ താരം എലേന റിബാക്കിന WTA ഫൈനലിൽ ഇടം ഉറപ്പിച്ചതിന് പിന്നാലെ പരിക്കിനെ തുടർന്നാണ് താരം പിന്മാറിയത്. കളത്തിലിറങ്ങാൻ സാധിക്കാത്തതിനാൽ അതീവ ദുഃഖമുണ്ടെന്ന് റിബാക്കിന പ്രസ്താവനയിൽ അറിയിച്ചു. താരത്തിന്റെ പിന്മാറ്റത്തോടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ ഫൈനലിലേക്ക് മുന്നേറി. പ്രീമിയർ ലീഗിൽ ക്ലബ്ബുകൾ ഇന്ന് 9ാം റൗണ്ട് മത്സരത്തിനിറങ്ങും. ലീഗിൽ 5ാം സ്ഥാനത്തുള്ള ചെൽസിക്ക് സണ്ടർലാൻഡാണ് എതിരാളികൾ. ചെൽസിയുടെ മൈതാനത്ത് രാത്രി 7:30 മത്സരം. രാത്രി 10 മണിക്ക് തുടങ്ങുന്ന മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൈറ്റനെ നേരിടും. അവസാന 2 മത്സരത്തിലും വിജയിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് യുണൈറ്റഡ് ഇറങ്ങുന്നത്. എന്നാൽ ലീഗിൽ അവസാന 3 മത്സരവും തോറ്റ ലിവർപൂളിന് ഇന്നത്തെ മത്സരം നിർണായകമാണ്. എവേ മത്സരത്തിൽ ബ്രെൻഫോർഡാണ് നിലവിലെ ചാമ്പ്യന്മാരുടെ എതിരാളികൾ. ജർമ്മൻ ലീഗിൽ അപരാജിതരായി മുന്നേറുന്ന ബയേണും ഫ്രഞ്ച് ലീഗിൽ PSG-ക്കും ഇന്ന് മത്സരമുണ്ട്. വനിതാ ഏകദിന ലോകകപ്പിനെത്തിയ ഓസ്ട്രേലിയൻ താരങ്ങൾക്കെതിരെ അതിക്രമം. ഇൻഡോറിലെ കഫേയിൽ നിന്നും ഹോട്ടലിലേക്ക് നടക്കുന്നതിനിടെയാണ് അതിക്രമം ഉണ്ടായത്. ഓസ്ട്രേലിയൻ ടീം മാനേജറുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ പിടികൂടി. അഖ്വീൽ ഖാൻ എന്ന യുവാവിനെയാണ് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. BNS സെക്ഷൻ 74-78 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അഖ്വീൽ ഖാനെതിരെ കേസെടുത്തിരിക്കുന്നത്. പിടിയിലായ അഖ്വീൽ ഖാൻ മുൻപും ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനാണ് ടീം ഇൻഡോറിലെത്തിയത്. ഇന്ത്യൻ ടീമിൽ സർഫറാസ് ഖാൻ ഇടം നേടാൻ A ടീമിൽ കളിക്കണമെന്ന ആവശ്യമില്ലെന്ന് മുംബൈ രഞ്ജി നായകനും ഇന്ത്യൻ താരവുമായ ഷാർദുൽ താക്കൂർ. റൺസ് കണ്ടെത്താൻ സർഫറാസിനായാൽ ഉടൻ ടെസ്റ്റ് പരമ്പര കളിക്കാൻ അവസരം ലഭിക്കുമെന്ന് ഷാർദുൽ. ഇപ്പോൾ സർഫറാസ് മുംബൈക്കായി മികച്ച പ്രകടനം നടത്തി തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഷാർദുൽ കൂട്ടിച്ചേർത്തു. സർഫറാസിന് A ടീമിൽ ഇടം നേടാത്തതിൽ വിവാദമായതിന് പിന്നാലെയാണ് ഷാർദുലിന്റെ പ്രതികരണം.